നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ ഭരണഘടനയുടെ 4-ാം തൂണാണ് മാധ്യമങ്ങൾ എന്നൊക്കെ നമുക്ക് തന്നെ വെറുതെ തട്ടിവിടാം. പക്ഷെ നമ്മുടെ പോലീസും ഫോറസ്റ്റും ഒക്കെ ഒരുമിച്ച് നിന്നാൽ ഏത് മാധ്യമപ്രവർത്തകനെയും ഒരു തെറ്റും ചെയ്യാതെ മർദ്ദിച്ച് പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിൽ അടിവസ്ത്രത്തിൽ തള്ളാം. ജനങ്ങളുടെ ജീവൻ സുരക്ഷയ്ക്കായി ശബ്ദമുയർത്തുന്ന മാധ്യമപ്രവർത്തകരുടെ തലയിൽ ചെയ്യാത്ത സർവ്വ കുറ്റങ്ങളും ചാർത്തി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ജയിലിലടയ്ക്കുകയും ആവാം. വനസംരക്ഷണ സമിതിയുമായി ബന്ധപ്പെട്ട കരാറുകളിൽ അഴിമതി പുറത്തു കൊണ്ടുവരാൻ റൂബിൻ ലാൽ എന്ന മാധ്യമപ്രവർത്തകൻ 15 വിവരാവകാശ അപേക്ഷകൾ ആതിരപ്പള്ളി DFO ലക്ഷ്മിക്കും മധ്യമേഖല DCFനും നൽകി. ലക്ഷങ്ങളുടെ അഴിമതി പുറത്തായാൽ വനം വകുപ്പിലെ പലരുടെയും ജോലി തന്നെ നഷ്ടമാകും എന്ന് ഉറപ്പുള്ളതിനാൽ മാധ്യമപ്രവർത്തകനായ റൂബിൻ ലാലിനെ കുരുക്കുവാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞിരിക്കുകയായിരുന്നു വനം വകുപ്പിലെ ഈ അഴിമതിക്കാർ. വന്യമൃഗങ്ങളിൽ നിന്നുള്ള അക്രമങ്ങളിൽ നിന്നും ജനജീവിതം സുരക്ഷിതമാക്കണം എന്ന് റിപ്പോർട്ട് ചെയ്തതിനാണ് 24 ചാനലിന്റെ ആതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ച് അടിവസ്ത്രത്തിൽ ലോക്കപ്പിൽ അടച്ചത്. ഇപ്പോൾ റൂബിൻ ലാലിന്റെ വൃദ്ധമാതാവ് നീതി നിഷേധത്തിനെതിരെ സമരത്തിനൊരുങ്ങുന്നു. ഈ അമ്മ കേഴുകയാണ്. തൻ്റെ ഭർത്താവ് ഇടതുപക്ഷ പാർട്ടിക്ക് വേണ്ടി ത്യാഗം ചെയ്ത് മരണപ്പെട്ടു പോയ ആളാണ്. ഇപ്പോൾ സംരക്ഷണത്തിന് മക്കൾ മാത്രമേ ഉള്ളൂ. അവരെ കള്ളക്കേസെടുത്ത് ജയിലിൽ അടയ്ക്കരുതേ എന്ന്. നമ്മുടെ മന്ത്രിമാരുടെ വാക്കിനോ ഉത്തരവിനോ നിർദ്ദേശങ്ങൾക്കോ യാതൊരു വിലയും ഇല്ലാതായിരിക്കുന്നു. ഒരു പോലീസ് സ്റ്റേഷന്റെ CI മന്ത്രിയുടെ ഉത്തരവിന് നൽകുന്നത് പുല്ലുവില. CI ആൻഡ്രിക് എന്ന സർക്കിൾ ഇൻസ്പെക്ടറാണ് സംസ്ഥാന വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രന്റെ ഉത്തരവിനെ വലിച്ചു കീറി പുച്ഛിച്ചു തള്ളി കാറ്റിൽ പറത്തിയത്. ഒരു തീവ്രവാദിയെ പിടികൂടും പോലെ രാത്രിയിൽ റൂബിൻ ലാലിന്റെ വീട് വളഞ്ഞ് അദ്ദേഹത്തിന് വസ്ത്രം മാറുവാൻ പോലും അവസരം നൽകാതെ, ചെരുപ്പിടാൻ പോലും അനുവദിക്കാതെ പോലീസ് ജീപ്പിൽ തള്ളി സ്റ്റേഷനിൽ കൊണ്ടുവന്ന് മർദ്ദിച്ച് അടിവസ്ത്രത്തിൽ വനിതാ പോലീസുകാരുടെ മുന്നിൽ നിർത്തുവാൻ തക്ക എന്ത് തെറ്റാണ് ഈ ജനകീയ മാധ്യമ പ്രവർത്തകൻ ചെയ്തത്? കോടതി നിയമങ്ങൾ മുഴുവൻ ലംഘിച്ചുകൊണ്ടുള്ള പോലീസ് അതിക്രമം. ഈ അറസ്റ്റ് റൂബിൻ ലാലിന്റെ സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ അറിയിക്കുന്നില്ല. പോലീസ് സ്റ്റേഷനിലെ ലാൻഡ് ഫോൺ വിച്ഛേദിച്ച് സ്വന്തം ഫോൺ ഓഫാക്കി പോലീസ് ഗുണ്ടായുസത്തിന്റെ മറ്റൊരു വികൃത മുഖമായി മാറി CI ആൻഡ്രിക് എന്ന പോലീസ് ചെകുത്താൻ. ഈ പിശാചിനെ സംരക്ഷിക്കുന്നത് SP-യും DYSP-യും. കേരളത്തിൽ എന്തുകൊണ്ടാണ് ഈ പോലീസ് ഓഫീസർമാർ നിയമം നടപ്പിലാക്കാതെ ജനാധിപത്യത്തെ ഇങ്ങനെ പുച്ഛിച്ചു തള്ളുന്നത്? ഇവർക്കൊക്കെ നന്നായി അറിയാം. സേനയിൽ ഇരുന്നു കൊണ്ട് എന്ത് തെമ്മാടിത്തം കാട്ടിയാലും മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഉന്നത ഉദ്യോഗസ്ഥരോ ഒന്നും ഇവരെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. ചിലപ്പോൾ ഒരു സസ്പെൻഷൻ, മറ്റു ചിലപ്പോൾ ഒരു സ്ഥലം മാറ്റം. അതും ഈ പോലീസ് ഓഫീസർമാരുടെ വീട്ടിന് തൊട്ടരികിലേക്കായിരിക്കും ഈ സൗകര്യ സ്ഥലം മാറ്റം. കേരളത്തിലെ ഓരോ ദിവസത്തെയും പോലീസ് അതിക്രമ വാർത്തകൾ പുറത്തു വരുമ്പോൾ ജനങ്ങൾ സത്യത്തിൽ ഭയന്ന് വിറയ്ക്കുകയാണ്. പോലീസിലെ വിശ്വാസം പരിപൂർണമായും നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. കേരളം അസ്വസ്ഥതകളുടെ നാടായി മാറി. തെറ്റായ അന്വേഷണ റിപ്പോർട്ടാണ് റൂബിന്റെ കേസിൽ പോലീസ് തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ സോൺ IG K സേതുരാമൻ ഈ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞു. ഗുണ്ട പോലീസ് ഓഫീസർ ആൻഡ്രിക്കിനെ സംരക്ഷിക്കാൻ ശ്രമിച്ച നവനീത് ശർമ്മയെ അന്വേഷണ ചുമതലയിൽ നിന്നും മാറ്റി തൃശൂർ DIG അനിത ബീഗത്തിനെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു. നമുക്ക് നീതി പ്രതീക്ഷിക്കാം. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ 4-ാം തൂണായി ഞങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം തന്നില്ലെങ്കിലും ഈ നാട്ടിലെ പൗരസ്വാതന്ത്ര്യ അവകാശത്തിന് വേണ്ടി ശബ്ദമുയർത്തിയതിന് രാജ്യദ്രോഹികളെപ്പോലെ രാത്രി മറവിൽ സ്വന്തം വീട്ടിൽ നിന്നും പിടിച്ചുകൊണ്ടുപോയി സാധാരണക്കാരൻ്റെ പ്രഥമ കോടതിയായ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ച് അടിവസ്ത്രത്തിൽ നിർത്തി നാണം കെടുത്തി ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുവാനുള്ള ദുരവസ്ഥ ഇനിയെങ്കിലും ഉണ്ടാകരുത്. ഇതൊരു അഭ്യർത്ഥനയായി ചാനൽ 91 മുന്നോട്ട് വയ്ക്കുന്നു.